സീസൺ 7 മലയാളം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എവിക്ഷൻ പ്രക്രിയയിലേക്കുള്ള നോമിനേഷൻ നടന്നിരിക്കുകയാണ്. അതായത് ഓപ്പൺ നോമിനേഷനും ഉണ്ട്, കൺഫെഷൻ റൂം നോമിനേഷനും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നൂറയ്ക്ക് പവർ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോമിനേഷനിൽ വരില്ല നൂറ. അപ്പോൾ അതായത് ആർക്കും നൂറയെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വേറൊരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ഒരാളെ എവിക്ഷനിലേക്ക്. അപ്പോൾ ആ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ആളെന്ന് പറയുന്നത് അക്ബറിനെയാണ് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തത് നൂറ. അപ്പോൾ പിന്നെ ഓപ്പൺ നോമിനേഷൻ വന്ന് സംസാരിച്ചവർ ജിസേൽ സംസാരിച്ചു, അനീഷ്, ലക്ഷ്മി, ആര്യൻ, സാബുമാൻ, ഒനീൽ. അപ്പോൾ ജിസേൽ നോമിനേറ്റ് ചെയ്തത് അഭിലാഷ്, ബിന്നി. അനീഷ് നോമിനേറ്റ് ചെയ്തത് ആദില, ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ജിസേൽ, ജിഷിൻ. പിന്നെ ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷ്, ബിന്നി. സാബുമാൻ പറഞ്ഞത് ജിഷിൻ, അനീഷ്. ഒനീൽ പറഞ്ഞത് ഷാനവാസ്, ജിഷിൻ. ഇനി കൺഫെഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്തവരാണ് ഷാനവാസ്, നെവിൻ, ആദില, അനുമോൾ, അക്ബർ, ബിന്നി, അഭിലാഷ്, ജിഷിൻ. അപ്പോൾ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നി, അഭിലാഷ്. നെവിൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ്, ആദില നോമിനേറ്റ് ചെയ്തത് ജിഷിൻ, അനീഷ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മി, സാബുമാൻ. അക്ബർ നോമിനേറ്റ് ചെയ്തത് ജിഷിൻ, അനീഷ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് ജിസേൽ, ആര്യൻ. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആര്യൻ, ലക്ഷ്മി. ജിഷിൻ നോമിനേറ്റ് ചെയ്തത് സാബുമാൻ, അനുമോൾ. അങ്ങനെ നമ്മൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ, ജിസേൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ് ഇത്രയും പേർക്ക് 2 വോട്ടാണ് കിട്ടിയത്. 2 വോട്ട് വീതം. പിന്നെ 3 വോട്ട് കിട്ടിയിട്ടുള്ളവർ ലക്ഷ്മി, ബിന്നി. 4 വോട്ട് കിട്ടിയത് അനീഷ്. 5 വോട്ട് കിട്ടിയത് ജിഷിൻ. അങ്ങനെയാണ് ഇന്നത്തെ നോമിനേഷൻ പ്രോസസ്സ്. ഓക്കെ, താങ്ക് യു.